ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതായി കണ്ടില്ലേ കേബിൾ കാർ. നമുക്ക് അതിലൊന്ന് കയറാൻ പോകാവേ. 1.5 വർഷമായി ഞാൻ ഡെയിലി ഇങ്ങനെ കാണുന്നു എൻ്റെ ഫ്ലാറ്റിന്റെ മുകളിലൂടെ ഈ കേബിൾ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പക്ഷെ ഇന്ന് വരെ അതിലൊന്ന് കയറാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ഞാൻ അത് കയറാൻ പോവുകയാണെന്ന്. അപ്പൊ നിങ്ങളും കൂടെ പോരട്ടോ. ഇതാണ്ട് അങ്ങനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ അതിൽ കയറാൻ പോവാണെന്ന്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ്. ഇത് ഞാൻ 2 മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ചൂടും തുടങ്ങി. അത് അന്ന് തണുപ്പായതുകൊണ്ടാട്ടോ ആ കൊലത്തിൽ ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ട് പോണെന്ന്. നല്ല തണുപ്പായിരുന്നു. ഇതാ ഈ കാണുന്ന ഇതൊരു ഷോർട്ട് കട്ടാട്ടോ നമ്മുടെ കേബിൾ കാറിന്റെ സ്റ്റേഷനിലേക്കുള്ള. നമുക്ക് ബസ്സിനും അങ്ങോട്ട് പോകാം, പക്ഷെ ഞങ്ങൾ ഷോർട്ട് കട്ട് കയറാൻ തീരുമാനിച്ചു. 136 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇത് കണ്ടോ, ഇവിടുത്തെ കല്ലിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ കരിങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല്, ചെങ്കല്ല് അങ്ങനെയാണല്ലോ. ഇവിടുത്തെ കല്ലിന്റെ കളറ് കണ്ടോ, മാർബിൾ കല്ല് പോലെ. ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു കല്ലിന്റെ ഒരു കളറും. ഇതുകൊണ്ട് നമുക്ക് ആ റോഡിലൂടെ ബസ്സിനും അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ് കയറുന്നത്. ഇതിങ്ങനെ സ്റ്റെപ്പ് ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ കാണാറുണ്ട്, പക്ഷെ എന്താണ് അതിൽ കയറി ഒന്ന് ഉദ്ഘാടനം ചെയ്യുക. നോക്കിക്കേ, മുകളിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മടുപ്പാവേ. പതിവില്ലാതെ കയറുന്നതല്ലേ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങനെ മെല്ലെ മെല്ലെ തെന്നി വീഴാതെ മുകളിലേക്ക് പോവുകയാണ്. മടുത്തു, ഒരാൾ മടുത്തേ. അങ്ങനെ നമ്മൾ നടന്നതാണ്. സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. അവള് കയറിയിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. അങ്ങ് വരെ എത്തണം നമുക്കിനി. ഇത് ബസ് വരുന്നുണ്ട്. ആ കാണുന്ന കേട്ടോ ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ അവിടെ നിന്നാണ് കയറുന്നത്. ആ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഹൈഫൈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പോർഷനാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്നും കർണാടകത്തിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും കുട്ടികൾ ഇവിടെ പഠിക്കുന്നതായിട്ട് അറിയുന്നു, പഠിക്കുന്നുണ്ട്. മഴയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലേ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടുത്തെ ആകാശം കാണാൻ. അടിപൊളിയാ. നമ്മുടെ നാട്ടിലെപ്പോഴും മരങ്ങൾക്കിടയിൽ കൂടെ നോക്കണ്ടല്ലോ, നല്ല തുറസായി കിടക്കുന്ന സ്ഥലം. ഇത് വന്നിങ്ങനെ നിൽക്കുന്നതും അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ചെരിഞ്ഞ് വന്നങ്ങ് അതിലങ്ങ് സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങൾ അതിന്റെ സ്റ്റേഷനിലേക്ക് കയറുവാണ്. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വന്ന് കറങ്ങി തിരിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. ആദ്യമായിട്ട് കയറി. ഇപ്പൊ എല്ലാവർക്കും ഹാപ്പിയായി. സ്റ്റേഷൻ വിടുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഒരു സ്റ്റിക്ക് ഉണ്ട്. അവിടെ നിന്ന് എത്തുമ്പോഴത്തേക്കും ആ ഡോർ അങ്ങ് ക്ലോസ് ആകുവേ. ഒരു 8 പേർക്ക് സുഖമായിട്ടിരിക്കുക. 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. 4 പേർക്ക് സുഖമായിട്ട് ഒരു സൈഡിൽ ഇരിക്കുക. നല്ല അടിപൊളിയാ. മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നല്ല ആ ഏരിയ മുഴുവൻ കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേഷനിൽ നിന്ന് മെല്ലെ മെല്ലെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു മലയുടെ മുകളിലാണ്. മലമുകളെന്ന് പറയും നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ മലമുകളെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ മല. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ലെബനോന്റെ ബോർഡർ വരെ കാണാൻ പറ്റുന്ന രീതിക്ക് വ്യൂ കിട്ടും കേട്ടോ.
മഴയില്ലായിരുന്നെങ്കിൽ നമുക്കത് ചെറുതായിട്ട് കാണിച്ചു തരാമായിരുന്നു. കണ്ടോ, ഗ്ലാസ്സിൽ ആ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറയുമായിരുന്നു ഒരു വൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്ലിയർ ആയേനെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ട നേഷർ പാർക്കിനെ കുറിച്ച്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഈ താഴെ കാണുന്ന ഗ്രീൻ ഏരിയാസ് കുറെ ഏരിയ ഉണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് ഈ കാണുന്നത്. നേഷർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ള ഏരിയ ആണ് ആ സൈഡില്. ഇതിനകത്ത് അങ്ങനെ ക്ലിയർ ആവുന്നില്ല. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ഒരു 24 മിനിറ്റ്സ് 20 to 25 മിനിറ്റ്സിനുള്ളിലാണ് ഇതിന്റെ ഫുൾ ലെങ്ത് യാത്ര വരുന്നത്. നമ്മളപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. മാളിലൊക്കെ കയറി ചെറുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ഇന്ന്. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇതങ്ങനെ നമ്മൾ ആ മാളിലെത്തി. പിന്നെ ഡ്രസ്സ് കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ല, വേണ്ടെങ്കിലും വാങ്ങിപ്പോകും നമ്മൾ. ഓഫറൊക്കെ ഉള്ള സമയമാണ്, പറയേ വേണ്ട. അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പുറ സൈഡിൽ ഫുഡ് കോർട്ടാണ് കേട്ടോ. ആ ഒരു സൈഡ് മുഴുവൻ ഫുഡിൻ്റെ ഐറ്റംസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് നോക്കി അവസാനം ഒരു കടയ്ക്ക് ഉള്ളിൽ പോയി ഒരു ടോപ്പൊക്കെ സെലക്ട് ചെയ്തു. എന്തായാലും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കാതെ എല്ലാവരുമായിട്ട് ചില്ല് ചെയ്ത് പോകാമല്ലോ. ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് ഇതുപോലെ തന്നെ അവിടുന്ന് കേബിൾ കാറിൽ കയറി തിരിച്ചു പോന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. കണ്ടോ, സൂപ്പർമാനെ കണ്ടോ? അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.